Hi friends, welcome back to my YouTube channel Idea. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മസാജിങ് ആണ്. സെൽഫായിട്ട് നമുക്ക് എങ്ങനെ മസാജ് ചെയ്യാം, നെക്ക് മസാജ്, ഫേസ് മസാജ് എല്ലാം മറ്റൊരാളുടെ സഹായമില്ലാതെ നമുക്ക് സെൽഫായിട്ട് എങ്ങനെ ചെയ്യാം. അത് നല്ലൊരു ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടിയിട്ടും നല്ല യങ്ങർ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് നല്ല ഒരു സ്മാർട്ട്നെസ് ഫേസിന് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു സെൽഫ് മസാജിങ് ആണ് ഞാൻ കാണിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൂപ്പർ മസാജിങ് ആണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് സംസാരിച്ച് സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ മസാജിങ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മളിപ്പോൾ ഫേസ് മസാജ് ചെയ്യുവാണെങ്കിൽ കൂടി നമ്മൾ ഫേസിന് വേണ്ടി ചെയ്യുമ്പം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓരോ പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ മസാജ് കൊടുത്താൽ നമ്മൾ എത്ര മസാജിങ് ചെയ്താലും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എഫക്റ്റ് ആവുകയുള്ളൂ. അപ്പം അതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ട്. ഓൺലൈനായിട്ട് ഫേസ് യോഗ പഠിക്കണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വിസിറ്റ് ചെയ്താൽ മതി. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. വീട്ടിൽ തന്നെ നമുക്ക് സെൽഫായിട്ട് മസാജിങ് ചെയ്യാം, വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്ക് മസാജിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫേസ് മസാജ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നെക്ക് മസാജിങ് ആണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിൽ കഴുത്തിൽ നന്നായിട്ട് മസാജിങ് കൊടുക്കുക. ഒരു 2 to 3 minutes നന്നായിട്ട് മസാജിങ് കൊടുക്കുക. കഴുത്ത് വേദനയുള്ളവർക്കൊക്കെ നല്ല സുഖമായിട്ട് ചെയ്യാവുന്നതും നല്ല റിലീഫ് കിട്ടുന്നതുമായിട്ടുള്ള ഒരു മസാജിങ് ആണ്. ഇത് മൊത്തത്തിൽ കറക്റ്റ് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ വളരെ എഫക്റ്റീവായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ബാക്ക് മസാജിങ് ചെയ്തു. ഇനി നമുക്ക് ഈ സൈഡിൽ ഈ ഷോൾഡറിൽ മസാജ് കൊടുക്കുക. ഒരു 2 to 3 minutes നമുക്ക് ചെയ്യാം. ഷോൾഡർ പെയിൻ ഉള്ളവർക്കും നെക്ക് പെയിൻ ഉള്ളവർക്കും അല്ലാതെ നമുക്ക് ഫേസ് മസാജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു മസാജാണ്. റിലാക്സ് ചെയ്ത് ഇരുന്ന് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ നെക്കിൾസ് ഉപയോഗിച്ചിട്ട് ഇവിടെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നല്ല പ്രഷർ പോയിന്റ് ആണ്. അപ്പോൾ മസാജ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലൊരു കണ്ണാടി വെക്കുക. ഒരു മിറർ വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിലിരുന്നിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. നമ്മുടെ കഴുത്തിലെ റിങ്കിൾസ് മാറാനും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാനും നമ്മുടെ നെക്ക് പെയിൻ അതുപോലെ ഇവിടെയുള്ള മസിൽസിനൊക്കെ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടാനും നല്ലൊരു പ്രഷർ കിട്ടാനും ഒക്കെ ഉള്ളൊരു മസാജിങ് ആണ്. അതുപോലെ ഡബിൾ ചിൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടും. അപ്പം നമ്മൾ നന്നായിട്ട് ഈ ഒരു മസിൽസിന് പ്ലാറ്റിസ്മ മസിൽസ് എന്ന് പറയും. ഈ ഒരു മസിൽസിന് നമ്മൾ നല്ല സ്ട്രെച്ചിങ് കൊടുക്കുക. ഒരു 10 times അല്ലെങ്കിൽ ഒരു 20 times കൗണ്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് കാണിച്ച് പോവാണ്. ഇവിടെ പ്രഷർ ചെയ്തിട്ട് നന്നായിട്ട് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക.
അതുപോലെ ബാക്കിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ താടി ഇവിടെ മുട്ടിക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഫേസ് മസാജിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫേസ് മസാജ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഓയിൽ യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ക്രീം ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും യൂസ് ചെയ്യുക. ഒരിക്കലും നമ്മൾ പാചകം ചെയ്യുന്ന വെളിച്ചെണ്ണ അങ്ങനെയുള്ള സാധനങ്ങൾ ഫേസിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ഓയിൽസ് എന്ന് പറയുന്നത് എള്ളെണ്ണ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ബദാം ഓയിൽ ഉണ്ടെങ്കിൽ ഇത് മൂന്നും ഫേസിലിടാൻ നല്ല ഓയിലാണ്. നമ്മൾ ഫേസിലിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് നമുക്ക് ഫേസിൽ കാണാൻ പറ്റും. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് സ്വയം മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ ബദാം ഓയിലാണുള്ളത്. ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് ഓയിൽ എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. കുറച്ച് ഓയിൽ എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് കയ്യിൽ തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് കയ്യിൽ തേച്ച് പിടിപ്പിച്ച് നമ്മുടെ നെക്കിൾസിലൊക്കെ ഒന്ന് തേച്ച് കൈ മൊത്തം ഒന്ന് തേച്ചതിന് ശേഷം നന്നാക്കി ചൂടാക്കി ഫോർഹെഡ്, നമ്മൾ ജസ്റ്റ് ഒന്ന് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ ഓയിലുണ്ട്. ഇനി നമുക്ക് ഓയിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഫുൾ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവണം. അത് നമ്മുടെ മസാജിങ് നടക്കുമ്പോൾ അബ്സോർബ് ആയിക്കോളും. എന്നിട്ട് നമ്മൾ ഫേസിൽ പോയിട്ട് പെട്ടെന്ന് വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കഴുത്ത് ഇങ്ങോട്ടേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഈ ഭാഗത്ത് നല്ലൊരു മസാജിങ് കൊടുക്കുക. ഒരു 20 ടൈംസ് കൗണ്ട് ചെയ്ത് ചെയ്യാം. അതേപോലെ ഇപ്പുറത്തെ വശത്തും ചെയ്യാം. ഇനി മേലേക്ക് മസാജ് ചെയ്യാം. ഇത് നമുക്ക് ജോ ലൈൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഈ ചെവിയുടെ താഴെന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. കൈ ഇങ്ങനെ പിടിക്കുക. ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചെയ്യാം. 10 ടൈംസ് ആണ് ഞാൻ 2 വശത്തും ചെയ്തത്. ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ചെവിയുടെ ഈ ഭാഗത്തേക്ക് കൊണ്ടുപോകാം. ഡബിൾ ചിൻ ഉള്ളവർക്കൊക്കെ ഏറ്റവും പറ്റിയ മസാജിങ് ആണ്. 2 3 4 5 1 2 3 4 5. നമ്മുടെ ജോ ലൈൻ മസാജിങ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഈ ലിപ്പിലേക്ക് വരാം. ഇത് നമ്മുടെ ഫേസിൻ്റെ ഓരോ ഭാഗം എടുത്തെടുത്തെടുത്ത് ഞാൻ പറഞ്ഞു തന്ന് ചെയ്യുന്ന മസാജാണ്. ഒന്ന് സെൽഫായിട്ട് ചെയ്ത് നോക്കുക. ഭയങ്കര എഫക്റ്റാണ്. ഇനി നമ്മുടെ ലിപ്പ് ഇങ്ങനെ സാഗ് ചെയ്തിട്ടുണ്ടാവും. ലിപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ റിങ്കിൾസ് വന്നിട്ടുണ്ടാവും.
ഈ ചുണ്ടിൻ്റെ ഇവിടെ ഇങ്ങനെ റിങ്കിൾസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറാനുള്ള മസാജിങ് ആണ്. നമുക്ക് ലിപ്പിൽ സ്റ്റാർട്ട് ചെയ്യാം. ലിപ്പ് ഇങ്ങനെ വെച്ചിട്ട് കിസ് ചെയ്യാം. ഇവിടെയുള്ള ഈ ഭാഗത്തേക്കുള്ള സ്കിന്നിൽ ഒന്ന് പ്രഷർ കൊടുക്കുക. ടൈംസ് ചെയ്തു. ഇനി ഇവിടെ ഇങ്ങനെ പിൻ ചെയ്യുക, മേലേക്ക് പിൻ ചെയ്യുക. 10 4 5 6 7 8 9 10. ഇനി ഇവിടുന്ന് കൈ ഇങ്ങനെ ഹൂക്ക് പോലെ വെച്ചിട്ട് ഇവിടുന്ന് ഈ ഭാഗത്തേക്ക്, ചെവിയുടെ ഈ ഭാഗത്തേക്ക് മസാജ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. 1 2 8 9 10. ഇത് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ സ്മൈൽ ലൈൻസ് വരാറുണ്ട്. അതിനുള്ള മസാജിങ് ആണ്. അത് ഒരു ദിവസമോ 2 ദിവസമോ ചെയ്തത് കൊണ്ട് മാറില്ല. നമ്മൾ ഡെയിലി ചെയ്യുവാണെങ്കിൽ നമുക്കുള്ള എന്തൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഫേസ് നല്ലതാണ്, ഒരു കുഴപ്പമില്ല. എല്ലാവരും നല്ലതായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ഫാറ്റ് കൊണ്ട്, നമ്മുടെ കഴിക്കുന്ന ഫുഡ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ പ്രശ്നം കൊണ്ടോ ഒക്കെ നമുക്ക് ഫാറ്റ് വരാറുണ്ട്, കണ്ണിന് ഇവിടെ തടുപ്പ് വരാറുണ്ട്. അങ്ങനെയൊക്കെ പല ഇഷ്യൂസും നമുക്ക് വരുമ്പോൾ നമ്മൾ ഈ സർജറിയിലൂടെയോ മെഡിസിനോ ഒക്കെ കഴിച്ച് മാറ്റുന്നതിനെക്കാട്ടിയും വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ചെയ്യാൻ പറ്റിയ മസാജിങ് ആണ് ഫേസ് മസാജ്. ഇനി നമുക്ക് ഇവിടെയുള്ള സ്മൈൽ ലൈൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട്, ഇവിടെ സൈനസ് ഏരിയയും കൂടിയാണ്, അപ്പോൾ നമ്മുടെ നല്ല ഒരു പ്രഷർ പോയിന്റും കൂടിയാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മസാജിങ് കൊടുക്കാം. ഇങ്ങോട്ടേക്ക് വലിച്ചു പിടിച്ച് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ആറ് പ്രാവശ്യം നമ്മളിവിടെ ചെയ്തു. അതുപോലെ 6 പ്രാവശ്യം ഇപ്പുറവും ചെയ്യാം. ഇപ്പം തന്നെ ഈ 2 ഭാഗത്തെയും വ്യത്യാസം കണ്ടോ? ഇനി അതുപോലെ സെയിം ഇവിടെ പ്രഷർ കൊടുക്കുക. ഇനി നമ്മുടെ ഈ ഏരിയയിലേക്ക്, അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്തിട്ട് ഹൂക്ക് പോലെ ഇങ്ങനെ പിടിച്ചിട്ട് മൂക്കിൻ്റെ ഇവിടെ നിന്ന് ചെവിയുടെ മേലോട്ടേക്ക് മസാജ് ചെയ്യാം. 3 4 5 1 2 3 4 5. ഇനി
ചില ആൾക്കാർക്ക് കവിളൊക്കെ ഇങ്ങനെ തൂങ്ങിയിരിക്കും, ചിലർക്ക് സൈനസോ മറ്റെന്തെങ്കിലും മൈഗ്രെയിനോ ഒക്കെ കൊണ്ട് കുറച്ചൊന്ന് നീര് വന്ന പോലെയൊക്കെ രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ ഉണ്ടാവും. അല്ലാതെ കവിളിങ്ങനെ തൂങ്ങിയതുപോലെ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും സ്കിന്ന് താഴേക്ക് വലിയും. അപ്പം അത് ഒരു പരിധിവരെ നമ്മളുടെ ഫേസ് യോഗ കൊണ്ട് നമുക്ക് പിടിച്ചു നിർത്താനും പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഫേസിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുക, ഇവിടുന്ന് താഴേന്ന് മേലേക്ക് മസാജ് കൊടുക്കുക. 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. നമുക്ക് കണ്ണിന് ചുറ്റും കറുപ്പുണ്ടാവും, കുറച്ച് തടുപ്പുണ്ടാവും. ഉറങ്ങി എണീക്കുമ്പോൾ എനിക്കിപ്പോൾ എന്തായാലും ചെറിയൊരു തടുപ്പുണ്ട്, കാരണം ഞാൻ ഉറങ്ങി എണീറ്റിട്ട് കുറച്ച് ടൈം ആയിട്ടുള്ളൂ. കുറച്ച് നോമ്പൊക്കെ എടുക്കുന്നുണ്ട്, ആ ഒരു ക്ഷീണമുണ്ട്. പിന്നെ ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ കൊണ്ട് എൻ്റെ കണ്ണിൻ്റെ ചുറ്റിനും ഒരു തടുപ്പ് പോലെയൊക്കെ ഉണ്ട്. അപ്പം ഒരുമിച്ച് നമുക്ക് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം, എനിക്കും കൂടി ആ എഫക്റ്റ് കിട്ടും. അപ്പം കണ്ണിൻ്റെ അവിടെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രഷർ കൊടുക്കാൻ പാടില്ല, ഒട്ടും പ്രഷർ കൊടുക്കണ്ട. ജസ്റ്റ് നമ്മൾ പതുക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് തടവിയാൽ മാത്രം മതി. അത്രയും നോർമൽ സ്കിന്നാണ് നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ളത്. 2 വിരൽ വെച്ച് ഇവിടെ നിന്ന് ആദ്യം നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രഷർ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 3 4 5. One, 2, 3, 4, 5. ഇവിടെയൊക്കെ ചെറിയ ചെറിയ റിങ്കിൾസ് നമുക്ക് കാണാം. ഈ പറയുന്ന മസാജ് ബോയ്സിനും ഗേൾസിനും വുമൻസിനും എല്ലാവർക്കും ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ ഉണ്ടാകുന്ന ചെറിയ ഒരു റിങ്കിൾസ് ഉണ്ടാവും കണ്ണിന് താഴെ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വലിച്ചു പിടിക്കരുത്. കണ്ണിൻ്റെ ഇവിടെയുള്ള ഈ ബോണുണ്ടല്ലോ, അവിടെ ഇങ്ങനെ തൊട്ടിട്ട് ചെറുതായിട്ട് വലിച്ചിങ്ങനെ താഴോട്ടേക്ക് വലിക്കരുത്. ചെറിയൊരു പ്രഷർ താഴേക്ക് കൊടുത്തിട്ട് ഒന്ന് ബ്ലിങ്ക് ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ കൊടുക്കുക, മേലേക്കും താഴേക്കും ചെറിയൊരു പ്രഷർ കൊടുത്തിട്ട് അതൊരു 20 times 25 times നിങ്ങളുടെ മുഖത്ത് അല്ലെങ്കിൽ കണ്ണിന് താഴെ എത്രത്തോളം റിങ്കിൾസ് കൂടുതലുണ്ടോ അതിനനുസരിച്ച് കൗണ്ട് കൂട്ടി ചെയ്യാം. ഇനി നമ്മുടെ ഐബ്രോ മസാജും അതുപോലെ 11 ലൈൻസ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു 11 പോലെ ചില ആൾക്കാരുടെ നെറ്റി ഇങ്ങനെ വയ്ക്കുമ്പം കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കൂടുതൽ നെറ്റ് വയ്ക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലൊരു 11 പോലെ ഇവിടെ 2 വര വീഴാറുണ്ട്. അത് മാറ്റാനുള്ള മസാജിങ്ങും ഐബ്രോ താഴേക്ക് ഇങ്ങനെ ആവുന്നത് തടയാനുള്ള, സാഗ് ചെയ്യുന്നത് തടയാനുള്ള മസാജിങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഹൂക്ക് ചെയ്ത് പിടിച്ചിട്ട് ഐബ്രോ ഇവിടുന്ന് മേലേക്ക് മസാജ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. ഇവിടുത്തെ 11 ലൈൻസ് മാറാൻ വേണ്ടിയിട്ട് 1 2 3 4 5
6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 5, 6, 7, 8, 9, 10. ഇനി നമ്മുടെ ഫോർ ഹെഡിലെ റിങ്കിൾസ് മാറാം. ഇവിടുന്ന് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിക്കുക. 1, 2, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നന്നായിട്ട് ചൂടാക്കുക. ഇവിടുന്ന് 1, 2, 3. Relax. ഞാൻ ഫസ്റ്റ് ക്യാമറയുടെ മുന്നിൽ വന്നതുപോലെ അല്ല ഇപ്പോൾ എൻ്റെ ഫേസ് ഉള്ളത്. എനിക്ക് തന്നെ അതിൻ്റെ മാറ്റം അറിയാം. എനിക്ക് കുറച്ചും കൂടി ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ബോഡിക്കും ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ കിട്ടി നമുക്കൊരു ഫീൽ കിട്ടുമല്ലോ, ഒരു നല്ലൊരു എനർജറ്റിക് ഫീൽ, അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഓൺലൈനായിട്ട് ഫേസ് യോഗ പഠിക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ മതി. ഞാൻ താഴെ ഇവിടെ ലിങ്കും മൊബൈൽ ഫോൺ നമ്പറും കൊടുത്തേക്കാം. നമുക്ക് ഈ ഫേസ് യോഗ പഠിക്കുമ്പോൾ വെറുതെ ഫേസ് യോഗ മാത്രമല്ല പഠിപ്പിക്കുന്നത്, നല്ല സ്കിൻ്റെ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഫേസ് പാക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, എന്തൊക്കെ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരുപാട് ഉപയോഗങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പം താല്പര്യമുള്ളവർക്ക് ഫേസ് യോഗ ക്ലാസ്സിൽ പങ്കെടുക്കാം. അപ്പം എല്ലാവരും ഈ യോഗ ഒന്ന്, ഫേസ് യോഗ, ഈ ഫേസ് നെക്ക് യോഗ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റ് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ബൈ.